ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു മെഴ്സഡസിൻ്റെ E400 ആണ്. ഈ വാഹനം എങ്ങനെയാണ് എഞ്ചിൻ ഓയിൽ സർവീസ് റീസെറ്റ് ചെയ്യുന്നത് മാനുവലായിട്ട് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ 2300 ഇപ്പോൾ റിമൈനിങ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ റീസെറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കിലോമീറ്റർ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് അക്സസറീസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഇടേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവത്തില്ല. അപ്പോൾ റീസെറ്റ് ആവുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലാണ് വേണ്ടത്. ഇതിപ്പോൾ കണ്ടല്ലോ, ആവത്തില്ല. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ്. അതിനുശേഷം ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മുടെ ഈ കറുത്ത ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഇതേമാതിരി വെഹിക്കിൾ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് താഴെ അസിസ്റ്റ് പ്ലസ്സിലാണ് പോകേണ്ടത്. അസിസ്റ്റ് പ്ലസ്സിൽ പോയതിന് ശേഷം ഇനിയാണ് നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യേണ്ടത്. കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫുൾ സർവീസ് ക്യാരിഡ് ഔട്ട് താഴെ പോയിട്ട് കൺഫർമേഷൻ സർവീസ് കൊടുക്കണം. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഓയിൽ ഗ്രേഡ്, അത് നിങ്ങളുടെ രാജ്യത്തിനനുസരിച്ച് ഏത് രാജ്യത്താണ് നിങ്ങളുടെ വണ്ടി ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ ഓയിലിൻ്റെ ഗ്രേഡ് കൊടുക്കുക. ആ ഓയിൽ ഗ്രേഡ് തന്നെ ഒഴിക്കുക. അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇത് റീസെറ്റായി. ഫുൾ സർവീസ് ക്യാരിഡ് ഔട്ട്, അത് റീസെറ്റ് ആയിട്ടാണുള്ളത്. ഇനി നമുക്കിത് വീണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ സർവീസ് ചെയ്തത് റീസെറ്റ് ആയോ എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ ഇതേമാതിരി തന്നെ ബാക്കിൽ പോവുക. ബാക്കിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് എന്ന് കാണാം. അതിലാണ് നമ്മൾ റീസെറ്റ് ചെയ്തത്. ഇനി സർവീസിൽ പോയി കഴിഞ്ഞാൽ എത്രയാണ് അത് റീസെറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് താഴെ വീണ്ടും അസിസ്റ്റ് പ്ലസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ലൊരു വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തരം ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല മിതമായ നിരക്കിൽ ചെയ്യുന്നതാണ്. ഇനി കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മല്ലുവണ്ടിപ്പണിക്കാരെന്ന് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.